മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഭാരതത്തിന് പുറത്തും പല പരിപാടികളിൽ, പ്രഭാഷണ പരമ്പരകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പണ്ട് ഇതുപോലെയുള്ള പൈതൃക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളെല്ലാം നടത്തുമ്പോൾ മിക്കവാറും പ്രായമായ 60, 70, 75 വയസ്സിനടുത്ത് വരുന്നവരാണ് ക്ലാസ്സുകൾ കേൾക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗവും. എന്നാൽ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഭാരതത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ച സ്ഥലങ്ങളിലുമെല്ലാം അസാധാരണമാം വിധത്തിൽ യുവാക്കൾ പരിപാടികൾ സംഘടിപ്പിക്കാനും അതിൽ കാര്യമായ വിധത്തിൽ തന്നെ ഭാഗഭാക്കാകുവാനും വെമ്പൽ കൊള്ളുന്നൊരു കാഴ്ച, ആത്മനിർവൃതി തോന്നുന്ന ആ കാഴ്ച നേരിട്ട് കണ്ടനുഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഭാരതം ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷ്യത്തിലേക്ക്, മാർഗത്തിലേക്ക് ആണ് പോകുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്നലെ ഞാൻ വിവരിക്കുകയുണ്ടായി മലപ്പുറത്തെ അനുഭവത്തെക്കുറിച്ച്. അതുപോലെ ഞാൻ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എടുത്തു പറയാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ. ഭാരതത്തിൽ ഇന്ന് പഴയതുപോലെ ടെററിസം ഇല്ല. കാശ്മീർ കുറേ അധികം ശാന്താണ്. ഭാഷാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവില്ല. അതുപോലെ നദീജല തർക്കം വലുതായിട്ടൊന്നുമില്ല. ഹിന്ദിക്ക് എതിരായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നുമില്ല. സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതിലെ നേതാക്കളും തമ്മിലുള്ള ഫൈറ്റുകളൊന്നും വലുതായിട്ടില്ല. പിന്നെ പ്രതിഷേധവും പ്രതികാരവും തീർക്കുന്ന സമരങ്ങൾ പലതും വിജയിക്കുന്നില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം, ഇന്ന് ഭാരതം ശാന്തമായിട്ട് ഒഴുകുകയാണ്. ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കാൻ വേണ്ടി തയ്യാറെടുക്കട്ടെ, പക്ഷേ ഭരിക്കുന്നവരല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ പ്രാധാന്യമുള്ളത്. ശാശ്വതമായ പ്രാധാന്യം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചിട്ടാണ്. ആ രാഷ്ട്രത്തിൽ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്സും ഡെവലപ്മെൻറ്റും ഉണ്ടാകണമെങ്കിൽ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആയിട്ടുള്ള വളർച്ച, ഉയർച്ച, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലക്ഷ്യബോധം എല്ലാം ഉണ്ടാവണമെങ്കിൽ ആദ്യവും മധ്യവും അവസാനവും മുന്നോട്ട് വരേണ്ടത് യുവാക്കളാണ്. ആ യുവാക്കൾ ഇന്ന് നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒത്തിരി മാറിയിരിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ കോടതിയുടെയും പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും കർക്കശമായിട്ടുള്ള നിലപാട് കൊണ്ടാവാം. എന്നിരുന്നാലും അത് സംഭവിക്കുന്നു. ആ യുവാക്കളോട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ലോകത്തിലെ ഏത് രാജ്യത്ത് എന്നാലും ആ രാജ്യത്തിലെ യുവാക്കൾ എത്ര പാവപ്പെട്ട രാജ്യമാണെങ്കിലും, എത്ര പുരോഗതി നേടിയ രാജ്യമാണെങ്കിലും അവരുടെ രാജ്യത്തെക്കുറിച്ചും
രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും അഭിമാനിക്കുന്നവരാണ്. വിദേശത്ത് നിന്ന് കടം വാങ്ങിച്ച കുറേ സംസ്കാരമോ അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളോ കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ വളരെയധികം മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഒരു രാഷ്ട്രത്തിന് അതിൻ്റേതായ തനിമയുണ്ട്, അതിൻ്റേതായിട്ടുള്ള നന്മകളും തിന്മകളുമുണ്ട്. ആ തിന്മകളുടെ അളവ് കുറച്ച് കൊണ്ടുവന്ന് നന്മകളുടെ അളവ് ആധുനികമായിട്ടുള്ള നന്മകളുടെയും കൂടി ചേർത്ത് പുരാതന നന്മകളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ പുറകിലുള്ള 180 ഡിഗ്രിയിലെ നന്മകളും മുമ്പിലുള്ള 180 ഡിഗ്രിയിലെ നന്മകളും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിലെ എല്ലാ നന്മകളും മറ്റ് രാഷ്ട്രങ്ങളിലെ ആധുനിക നന്മകൾ നമ്മുടെ സംസ്കാരത്തിനോട് ഇഴുകിച്ചേരാൻ യോഗ്യതയുള്ളതും കൂടി ചേർത്ത് ഒരു സമുജ്വലമായ ചൈതന്യവത്തായ സമഞ്ജസമായ ഒരു ജീവിത ശൈലി യുവാക്കൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഇന്നത് ചെയ്യുന്നുണ്ട്. അതൊരു ഇമാജിനറി ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വിവരിക്കുകയല്ല, അതിപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ യുവാക്കൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, യുവതികൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശരിക്ക് ഭാരതം ഒരു നവ ഉത്ഥാനത്തിൻ്റെ വഴിയിലാണ് പോകുന്നത്. ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും, ഏത് ഉത്സവങ്ങളിൽ പങ്കെടുത്താലും, ഏത് ആഘോഷങ്ങളിൽ പങ്കെടുത്താലും, അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഓർഗാനിക് ആയിട്ടുള്ള, ഇനോർഗാനിക് അല്ലാതെ, ആർട്ടിഫിഷ്യൽ അല്ലാതെ, കൃത്രിമമല്ലാതെ ഒരു ജീവ ചൈതന്യം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു മാറ്റം, നന്മയിലേക്കുള്ള മാറ്റം യുവാക്കളിൽ കാണുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ പുത്രിമാരാണ് നമ്മളെന്ന ബോധം ഉണ്ടാവുക. ആ രാഷ്ട്രത്തിൽ 10-85 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവരല്ല. ജനിച്ച ദിവസമുണ്ടെങ്കിൽ മരിക്കുന്ന ദിവസവുമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവനവൻ്റെ മനസ്സ് നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും ഇവ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം കുറയ്ക്കാം. അതേ സമയത്ത് തിന്മകൾക്കെതിരെ, അത് ഏത് മതത്തിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും, തിന്മകൾക്കെതിരെ നമ്മൾ അറിവിൻ്റെ പടവാൾ ഉപയോഗിച്ച് പ്രതിഷേധത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും നിഷേധാത്മകതയുടെയും കല്ലേറിൻ്റെയും മനുഷ്യനെ റോട്ടിലൂടെ നടത്താതിരിക്കുന്ന പ്രതിരോധത്തിൻ്റെയും വലിയ മുദ്രാവാക്യത്തിൻ്റെയും രീതിയിലൊന്നുമല്ലാതെ തന്നെ ഇന്ന് കേരളത്തിലെ ജനത, ഭാരത ജനത പ്രതിഷേധമറിയിക്കാൻ വളരെ മെച്ചുവേർഡായിട്ടുള്ള പന്താവ് സ്വീകരിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രതിഷേധമറിയിക്കാൻ ബസ്സും കാറും ലോറിയും ട്രെയിനും വിമാനവുമെല്ലാം തടഞ്ഞ് അതിനകത്തുള്ളവരെ പരമാവധി വേദനിപ്പിച്ച് മന്ത്രിമാരോടുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ദുരിതമാക്കി മാറ്റുന്ന ആ പ്രതിഷേധത്തിന് യുവാക്കൾ വശംവദരാകാതെ അവരുടെ അമ്മയോ അച്ഛനോ ആണ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി റോട്ടിൽ നിൽക്കുന്നത്, അവിടെയാണ് ഉപരോധം എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ
മാനസികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വേദങ്ങളിൽ. ഇന്നലെ ഞാനത് പറയുകയുണ്ടായി. അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഈ യുവതികളുടെയും യുവാക്കളുടെയും മനസ്സ് പോവുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ കയറി എടുത്ത് ചാടി ജീവിതം മുഴുവനും നശിപ്പിക്കാതിരിക്കുക. പലപ്പോഴും ഒരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ ചാറ്റിങ്ങും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയുള്ള ബന്ധവുമാണ് പലപ്പോഴും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹത്തിൽ വരെ എത്തുന്ന വികാര തീവ്രതയിൽ ചെന്ന് അവസാനിക്കുന്നത്. അത് നന്മയിൽ അവസാനിക്കുന്നതും ഉണ്ടാവാം, തിന്മയിൽ അവസാനിക്കുന്നതും ഉണ്ടാവാം. പക്ഷെ ഒന്നോർക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ധന്യമായ ജീവിതം നയിക്കാൻ വളരെ ഇരുന്ന് ചിന്തിച്ച് നന്മയിലേക്ക് എത്തുമെന്ന് കാര്യമായി ഉറപ്പ് വരുത്തിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടാവും. മനസ്സിലാണ് ബന്ധങ്ങളും ബന്ധനങ്ങളും നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ മാനസികമായി നമ്മൾ നമ്മുടെ കുടുംബത്തിലും, മാനസികമായി നമ്മൾ നമ്മുടെ സമൂഹത്തോടും, മാനസികമായി നമുക്ക് നമ്മുടെ രാഷ്ട്രത്തോടുമുള്ള നന്മ നിറഞ്ഞ ബന്ധം അത് ഉണ്ടാക്കാനും വളർത്താനും ഉണർത്താനും ഉയർത്താനും അതുമായി മുമ്പോട്ട് പോകാനുമുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ യുവാക്കളിലും യുവതികളിലും കാണുന്നത് കുറെ കൂടി ഇൻറ്റൻഷനലി വളരെ ചിന്തിച്ച് അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉയർത്തുകയാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യേണ്ടത് മതത്തെ അല്ല, നമ്മുടെ രാഷ്ട്രത്തെയും പൈതൃകത്തെയുമാണ്. മതം പലപ്പോഴും ആത്മീയതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മതം പലപ്പോഴും നമ്മളെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്ന കാഴ്ച നമ്മൾ കുറേ വർഷങ്ങളായി ഭാരതത്തിൽ കാണുന്നു. എൻ്റെ മതം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ ഈശ്വരൻ മാത്രം ശരി, എൻ്റെ ആരാധനാക്രമം മാത്രം ശരി, ഞാൻ അതിലൂടെ മാത്രമേ പോകൂ, മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരും, എൻ്റേതല്ലാത്തതെല്ലാം തെറ്റാണ്, എൻ്റേതല്ലാത്തതെല്ലാം നിരാകരിക്കണം. ഇത് മതത്തിൻ്റെ വഴിയാണ്. ആത്മീയത അങ്ങനെയല്ല. ആത്മീയതയിൽ പരമമായ സത്യം ഒന്നേ ഉള്ളൂ, എല്ലാവരും അതിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ് എന്ന് ആത്മീയത പറയുന്നു. പഴം എടുത്താൽ പഴത്തിൻ്റെ തൊലിയാണ് മതം എങ്കിൽ പഴമാണ് ആത്മീയത. നമ്മൾ പലപ്പോഴും തൊലിയിലാണ് പിടിച്ചു നിൽക്കാറുള്ളത് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ഉയർന്ന് ശാരീരികമായിട്ടും എന്താ കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം? പലപ്പോഴും യുവാക്കള് കുറേ അധികം പിന്തിരിയുന്നത് ഇപ്പം കണ്ടിട്ടുണ്ട്. പ്രായമായവരാണ് ബീവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് കാണുന്നത്. ഞാൻ എല്ലാ വിഭാഗത്തോടും പറയുന്നു, ഇന്ന് ഭാരതം എന്ന രാഷ്ട്രം ശരിക്കും നവോത്ഥാനത്തിൻ്റെ പന്താവിലേക്കാണ് പോകുന്നത്, പന്താവിലൂടെയാണ് പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു രാഷ്ട്രത്തിൻ്റെ ദീപസ്തംഭമാണ്. ആ ദീപസ്തംഭത്തിൽ നിന്ന് മങ്ങിയ വെളിച്ചം വന്നാൽ പോരാ, ഉജ്ജ്വലമായ പ്രകാശം വരണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യം സ്ഥായിയായ ഭാവത്തിൽ ഉണ്ടാവണം. ആ ശാരീരിക ആരോഗ്യത്തിന് വിഘാതമായിരിക്കുന്ന ഭക്ഷണമോ പാനീയങ്ങളോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഇറച്ചി ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. ലോകം വെജിറ്റേറിയനിസത്തിലേക്കും മദ്യമുക്തമായ ഒരു ദിശയിലേക്കും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്ന ദിശയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് സിഗരറ്റ് പാക്കറ്റ് റോട്ടിലുള്ളത് കളക്ട് ചെയ്യുക, എന്നിട്ട് അത് പലതരത്തിലുള്ള സിഗരറ്റുകളുടെ പാക്കറ്റുകൾ ശേഖരിച്ച് വെക്കുക. ആ സിഗരറ്റ് പാക്കറ്റ് ഒരു ദിവസം 100, 150, 200 നമുക്ക് റോഡ് സൈഡിൽ നിന്ന് അന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് പോലും റോഡ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടില്ല. കാരണം സിഗരറ്റ് വലി അത്രയ്ക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തിന്മ നിറഞ്ഞ സ്വഭാവത്തെയും ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് സമൂഹത്തിൽ സിഗരറ്റ് വലി
വളരെ കുറഞ്ഞിട്ടുണ്ട്. മുറുക്കുന്നത്, വെറ്റില പുകയില ചേർത്ത് മുറുക്കുന്നത് പ്രാക്ടിക്കലി ഇന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റമുണ്ട് തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. അതുപോലെയാണ് മദ്യവും മാംസവും ചോരയുമുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നോർമലിലേക്ക് ശരീരത്തിൻ്റെ നന്മയ്ക്ക് വരേണ്ടത്. ശരിക്ക് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം നടത്തിയ പഠനത്തിൽ നിന്ന് കേരളം ഇന്ന് ഹാർട്ട് അറ്റാക്കിൻ്റെയും ക്യാൻസറിൻ്റെയും മറ്റ് രോഗങ്ങളുടെയും പിടിയിലാവാനുള്ള ഒരു കാരണം ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അസാധാരണമായി കഴിക്കുന്നതാണ്. അത് കൂടുതലും യുവാക്കളാണ്. ഞാൻ അടുത്ത കാലത്ത് സൂചിപ്പിക്കുകയുണ്ടായി, മറ്റ് മുസ്ലിങ്ങൾ പണ്ട് ഭയങ്കരമായിട്ട് നോൺ വെജിറ്റേറിയൻ കഴിച്ചിരുന്നവര് ഇന്ന് പലരും വെജിറ്റേറിയനിസത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ശാരീരികമായ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കൂടുന്നത് കൊണ്ടാണ് നോൺ വെജിറ്റേറിയനിൽ നിന്ന് വെജിറ്റേറിയനിസത്തിലേക്ക് വരുന്നത്. എന്നാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഈവനിങ് ഫുഡിനും രാത്രി ഡിന്നറിനും നോൺ വെജിറ്റേറിയനിസത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച അസാധാരണമായി കാണാം. ഇപ്പൊ യുവാക്കള് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തുന്നത് പോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാൻ അടുത്ത കാലത്ത് മൂവാറ്റുപുഴയിൽ പോയപ്പോൾ അവിടെ ഒരു കൗൺസിലിംഗ് ഏജന്റ് ഉണ്ട്, നല്ല രീതിയിൽ ഉപദേശമൊക്കെ കൊടുക്കുന്ന വ്യക്തി, വളരെ നല്ല വ്യക്തിയാണ്, നമ്മുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹം പറയായിരുന്നു, ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടി ഓഫീസിൽ പോകാൻ നിൽക്കുക, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി, ഒരാളെ സ്മാർട്ടായിട്ടുള്ള ഒരാൾ വന്ന് ആ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ കുറേ കാലമായി കുട്ടിയെ വാച്ച് ചെയ്യുന്നു, കുട്ടിയുടെ സ്വഭാവവും പെരുമാറ്റവും കുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് തന്നെ വിവാഹം കഴിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞൊരു മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പോയി. പ്രായമായ കുട്ടിയാണ്, നല്ല 22, 23, 25 വയസ്സ് ഉള്ള പെൺകുട്ടി. ആ മൊബൈൽ ഫോൺ കൊടുത്തതിലൂടെ ഉണ്ടായ ബന്ധം അത് വളരെ ഉയർന്നു. അവസാനം വീട്ടുകാർക്ക് വളരെ സംശയമായി, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ കൊള്ളാം എന്ന്. അവസാനം ഈ ഉപദേശിക്കുന്ന വ്യക്തിയുടെ അടുത്ത് കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ അയാൾ ഈ പെൺകുട്ടിയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ആ വ്യക്തിയുടെ ഫോൺ നമ്പറും ആ ഫോൺ നമ്പറിലൂടെ അഡ്രസ്സും ബാക്കിയുള്ളതെല്ലാം കളക്ട് ചെയ്യാൻ ശ്രമിച്ച് അയാളുടെ സുഹൃത്തായ പോലീസുകാരനെ ഏൽപ്പിച്ചു ഈ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് കളക്ട് ചെയ്ത് വരാനായിട്ട്. അവസാനം പോലീസ് റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച്, കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് ആ പയ്യൻ, മൊബൈൽ ഫോൺ കൊടുത്ത ആ ചെറുപ്പക്കാരൻ കണ്ണൂരിലെ അടിയുടെയും കൊലപാതകത്തിൻ്റെയും എല്ലാം ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാവാണ് ആ പയ്യൻ. ഇപ്പോൾ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാവിൻ്റെ ട്രാപ്പിലേക്ക് ഈ പെണ്ണ് ചെന്ന് പെട്ടിരിക്കുക. അങ്ങനെ ധാരാളം സംഭവിക്കുന്നുണ്ട്. ഞാൻ മലപ്പുറത്തെ പ്രഭാഷണത്തിൽ എവിടെയെല്ലാം പോയോ അവിടെ എല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്, സാറേ ഒത്തിരി പെൺകുട്ടികൾ ട്രാപ്പിലായി പോകുന്നുണ്ട്, അവരുടെ ജീവിതം നരകമാവുകയാണ് സാറേ. പ്രത്യേകിച്ച് കുറേ മുസ്ലിം യുവാക്കള് ഈ ഹിന്ദു പെൺകുട്ടികളെ കള്ളനോട്ട്, അതുപോലെ തന്നെ കള്ളക്കടത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെട്ട് ആ പെൺകുട്ടിയുടെ ജീവിതവും പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ജീവിതവും തകർന്ന തരിപ്പണമായ കാഴ്ച അവർ വിവരിക്കുകയുണ്ടായി. ആര് വിവാഹം കഴിക്കുന്നു, മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നല്ല, ആ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് തന്നെ ഒരു നന്മ നിറഞ്ഞ കുടുംബജീവിതത്തിലേക്കല്ല യുവാക്കളും യുവതികളും പോകുന്നത്. ഏതൊക്കെയോ തിന്മയുടെ ഒരു വലിയ പൊട്ടക്കുളത്തിലേക്ക് എടുത്ത് ചാടുന്ന കാഴ്ച കണ്ടവരെല്ലാം എന്നെ കേൾപ്പിക്കാറുണ്ട്. ഞാൻ നേരിട്ട് കേൾക്കാറുണ്ട്, നേരിട്ട് ടെലിഫോണിലൂടെ എന്നെ ഒത്തിരി പേര് ബന്ധപ്പെടാറുണ്ട്. ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയത്തോടു കൂടിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവനവൻ്റെ അമ്മയെയും അച്ഛനെയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടിൽ നമുക്ക് ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ, ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം വെറും വൈകാരികമായ
ചില ചാറ്റിങ്ങിലൂടെയോ ഒരു കത്തിലൂടെയോ ഒരു മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂക്കൻ്റ് മെത്തേഡിലൂടെയോ സംഭവിച്ച് എടുത്ത് ചാടി ജീവിതം അവസാനിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. എത്ര പേരാണ് ടെലിഫോണിൽ വിളിക്കുന്നത്, സാറിന് ജ്യോതിഷം അറിയാമെങ്കിൽ എൻ്റെ ജാതകം ഒന്ന് നോക്കണം, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല ചേർച്ചയിലല്ല, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. വളരെ കാഷ്വലിയാണ് പറയുന്നത്. കടയിൽ നിന്ന് വാങ്ങിച്ച കപ്പലണ്ടി നല്ലതല്ല എന്ന് പറയുന്ന മാതിരിയാണ്. ഞങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല, അപ്പോൾ ഡൈവോഴ്സിന് വേണ്ടി ആലോചിക്കുകയാണ്. ഒരാഴ്ചയായുള്ളൂ കല്യാണം കഴിച്ചിട്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് അഡമൻ്റായിട്ട് വിവാഹത്തിന് വേണ്ടി എടുത്ത് ചാട്ടത്തിലൂടെ ജീവിതം നരകമാക്കുന്ന അവസ്ഥയിലെത്തുന്നത്. ആൺകുട്ടികളെക്കാളും ഇക്കാര്യത്തിൽ മെച്യൂരിറ്റി കുറവ് പെൺകുട്ടികൾക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ശരിയാവണമെന്നില്ല. ഇപ്പം യുവാക്കന്മാരോടും യുവതികളോടും പറയുന്നത്, വൈകാരികമായിട്ട് 17-18 വയസ്സ് മുതൽക്ക് 10, 22, 23 വയസ്സ് വരെ എല്ലാവരും കടന്നു പോകുന്ന ജീവിതം ഒത്തിരി ഇമോഷണലി സസെപ്റ്റബിൾ ആണ്. അവിടെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് വളരെ നന്മ നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കയറാനും അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബ പാർട്ട്ണറെ സെലക്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു നന്മ നിറഞ്ഞ ഇരുത്തം വന്ന മനസ്സില്ല എങ്കിൽ പലപ്പോഴും ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത് കാണാം. ഒരിക്കലും വിവാഹം കഴിച്ച വ്യക്തി പിന്നെ വേറൊരു വിവാഹം കഴിക്കാൻ പോകുന്നത് പലപ്പോഴും വേദനാജനകമാണ്. ഒരു പെൺകുട്ടിയെ ചെന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെ കൂടി ഓർമ്മിക്കാം. അപ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് നന്മകൾ ഉണ്ടാവുക, ആഹാരം, മദ്യം, മാംസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി പൈതൃകത്തിലേക്ക് മടങ്ങാം. കുടുംബ ബന്ധങ്ങൾ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുന്ന ചടങ്ങാണ് ഭാരതത്തിലുള്ളത്. കുടുംബ ബന്ധം നമ്മുടെ ഈശ്വരീയ സങ്കല്പത്തിൽ പോലും നമ്മൾ പറയാറുണ്ട്. മറ്റു മതങ്ങളിൽ പ്രകടമായിട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല കുടുംബ ബന്ധങ്ങൾ. ഭാരതത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സീതയും രാമനും തമ്മിലുള്ള ബന്ധം, അതുപോലെ ലക്ഷ്മണനും ഊർമിളയും തമ്മിലുള്ള ബന്ധം, ഗാന്ധാരിയും ധൃതരാഷ്ട്രനും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കുടുംബ ബന്ധങ്ങൾ, ഈശ്വര സങ്കല്പം, അതിൽ പോലും ശിവനും പാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മിയും ബ്രഹ്മാവും സരസ്വതിയും. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. കുടുംബ ബന്ധങ്ങളുടെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്ന സർവ വിവരണങ്ങളുമുള്ളത് ഭാരതത്തിലാണ്. മണ്ഡോദരി രാവണനെ ഉപദേശിക്കുന്നു നന്മയിലേക്ക്, താര ബാലിയെ ഉപദേശിക്കുന്നു നന്മയിലേക്ക്. ഇപ്പൊ ഭാര്യയുടെ റോള് ഭർത്താവിൻ്റെ കുട്ടിയെ പ്രസവിക്കൽ മാത്രമല്ല, നന്മ നിറഞ്ഞൊരു കുടുംബത്തിൻ്റെ വിളക്കായി ജീവിക്കാൻ പാകത്തിനൊരു പെൺകുട്ടിയെയും ധന്യമായൊരു ജീവിതം കുടുംബത്തിൽ നയിക്കാൻ കഴിവുള്ള ഗൃഹനായകനെയും തിരഞ്ഞെടുക്കേണ്ടത് യുവാക്കള് ശ്രദ്ധയോടുകൂടിയാണ്. മാത്രമല്ല അവനവന് വേണ്ടി മാത്രം ജീവിക്കരുത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, those who are living only for themselves, they are traitors. അവർ ദേശദ്രോഹികളാണ്. ഇന്നത്തെ യുവാക്കൾക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സാമ്പത്തികാവസ്ഥയുണ്ട്, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബപരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വളരാനും ഉയരാനുമുള്ള ഇഷ്ടംമാതിരി അവസരങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ധന്യമായ ഒരു രാഷ്ട്രാവബോധം നമുക്ക് ഉണ്ടാക്കണം. ഈ പ്രതിഷേധിക്കലും നിഷേധിക്കലും പ്രതികരിക്കലും വിദേശത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തത്വശാസ്ത്രം രക്തത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് എല്ലാത്തിനെയും നിഷേധിക്കലും പുച്ഛിക്കലുമാകുന്ന വലിയൊരു സമൂഹമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒത്തിരി പേര് നേതാക്കന്മാർക്ക് ഉയരാനും നിലനിൽക്കാനും അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെ ഒരിക്കലും തളർത്താതിരിക്കാനും വേണ്ടി തെരുവിലിറക്കുന്നത് മുഴുവനും യുവാക്കളെയാണ്. ആലോചിച്ച് നോക്കുക. ആരോ പിരികേറ്റിയിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ കല്ലെറിഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാള് ആണ് കല്ലെറിഞ്ഞത്, അതാണ് കൊണ്ടത്. അതിൻ്റെ പേരിൽ 78 പേര് ഇന്ന് ജയിലിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ജയിലിൽ കിടന്ന വ്യക്തിയുടെ മകനോട്
ടീച്ചർ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക അച്ഛൻ എവിടെയാണെന്ന്. എന്തായിരിക്കാം മകൻ പറയുക? അച്ഛൻ ജയിലിലാണ്. അപ്പോ പലപ്പോഴും വികാരത്തിന്റെ പുറത്ത് നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ട് അവനവന്റെ നില മറന്ന് അവനവന്റെ ഭാര്യയുടെയും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും തീരാ ശാപം പോലെ ആയിത്തീരുന്ന രാഷ്ട്രീയ പ്രവർത്തകരായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തെരുവിലിറക്കി നിങ്ങളെ കൊണ്ട് പ്രതിഷേധിപ്പിച്ച് നിങ്ങളെ കൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ കാര്യം നേടി അവര് നല്ല രീതിയിൽ വിരാജിക്കുമ്പോൾ തല്ലുകൊള്ളുന്നതും ജയിലിൽ കിടക്കുന്നതും നിങ്ങളാണ്. ഒരു പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, ഈ ചെറുപ്പക്കാരെ തെരുവിലിറക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെയാണ് ഹോമിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നത് നേതാക്കന്മാരല്ല. അവർ ഓർമ്മിക്കാറില്ല. ഓർമ്മിച്ചാലും അവര് വലിയ ത്യാഗത്തിൻ്റെ ആവേശോജ്വലമായ പ്രഭാഷണവും പ്രസംഗവും നടത്തി ഈ ചെറുപ്പക്കാരുടെ രക്തം തിളപ്പിക്കും. പക്ഷെ ചെറുപ്പക്കാരാ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രവും നമ്മുടെ പൈതൃകവും അതായിരിക്കണം. രാഷ്ട്രത്തിൻ്റെ നന്മയിലേക്കുള്ള പ്രയാണം, പൈതൃകത്തിൻ്റെ നന്മകൾ എടുത്തുകൊണ്ടുള്ള പ്രയാണം, അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും വേണം. അല്ലാതെ ലോക്കൽ പഞ്ചായത്ത് മുതൽക്ക് ആ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും മുകളറ്റം വരെ നേതാക്കന്മാരാവുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒത്തിരി പാവങ്ങളെയും ഒത്തിരി ചെറുപ്പക്കാരെയും കുത്തുവാള എടുപ്പിച്ച് ജയിലിൽ കിടത്തി വർഷങ്ങളോളാണ് പലരും ജയിലിൽ കിടക്കുന്നത്. അവരെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ആരുമില്ല. ഒരുപക്ഷെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെലവും പൈസയും ഒക്കെ ആരെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കാം. എന്നാലും അച്ഛനെ കാണാതെ വളരുന്ന മക്കള്, ഭർത്താവിനെ കാണാതെ വളരുന്ന ഭാര്യ, അവസാനം ജീവിതത്തിൻ്റെ പകുതി ഭാഗം ജയിലിൽ കിടന്നവരോട് എന്തിനു വേണ്ടിയാ നിങ്ങൾ ജയിലിൽ കിടന്നതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ രാഷ്ട്രത്തിൽ അഴിമതി ഇല്ലാക്കാൻ വേണ്ടിയല്ല ജയിലിൽ കിടന്നത്, ക്രിമിനൽ കുറ്റവും കൊലപാതകവും ചെയ്തതിനാണ് ജയിലിൽ കിടക്കുന്നത്. ആ കൊലപാതകം എന്തിനാ ചെയ്തത്? രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ? തനി പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ പ്രതികാരം തീർക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും കൊലപാതകം നടത്തി, കൊലപാതകം നടത്തുന്നവരാ ജയിലിൽ കിടന്ന് ആ ജയിലിൽ നരകയാതന അനുഭവിക്കുമ്പോൾ ഓർമ്മിക്കാം, ജയിലിൽ എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടിയാലും ജയില് തന്നെയാണ്. കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധുരം തന്നെയാണ് എന്നുള്ളത് പോലെ ഒരു വരി കേട്ടിട്ടുണ്ട് ഞാൻ. അത് സ്വർണ്ണ നിറത്തിലുള്ള സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കൂടാണെങ്കിലും കൂട് തന്നെയാണ് തത്തയെ സംബന്ധിച്ചിടത്തോളം. അതിന് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു ജീവിതം നയിച്ച് കുറെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വൻ സ്വീകരണം ലഭിക്കുമായിരിക്കാം. പക്ഷെ 10-15 വർഷം, 8-10-15 വർഷം ജയിലിൽ കിടന്ന് നഷ്ടപ്പെട്ടു പോയ ആ കാലയളവ് തിരിച്ചു കിട്ടുമോ? ഇല്ല മക്കളെ. അതുകൊണ്ട് ഞാൻ യുവാക്കളോടും യുവതികളോടും പറയുന്നു, നിങ്ങളുടെ മനസ്സ് നന്മ നിറഞ്ഞതാവട്ടെ. പ്രതിഷേധവും പ്രതികാരവും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത തിന്മകളും കൊണ്ട് കുത്തി നിറച്ച മനസ്സ് അതിനെ കുറെ കൂടി ലളിതമാക്കാം, ശരീരം ആരോഗ്യമുള്ളതാക്കാം. ലഹരി പദാർത്ഥങ്ങളും മദ്യവും മാംസവും അതുപോലെ ആവശ്യമില്ലാത്ത മരുന്നുകളും അകത്ത് കയറ്റി ശരീരത്തിനെ സ്ഥിരം രോഗത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാതിരിക്കുക. കുടുംബ ബന്ധം, അച്ഛനെയും അമ്മയെയും നന്മ നിറഞ്ഞ രീതിയിൽ ആദരിക്കുന്ന കാഴ്ച ഇന്നലെ സൂര്യ TV-യിൽ ആ റിയാലിറ്റി ഷോയിൽ ചില കുട്ടികൾ അമ്മയുടെയും അച്ഛൻ്റെയും കാല് തൊടുന്നതായിട്ട് കണ്ടു. അമ്മയാണ് എനിക്കെല്ലാം, അച്ഛനാണ് എനിക്കെല്ലാം എന്ന പാട്ട് പാടുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണ് നിറയുന്നത് കണ്ടു. നൊന്ത് പ്രസവിച്ച് വളർന്ന് വലുതാകുന്ന അവസ്ഥ കണ്ട് ആ കുട്ടികളെ നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ത്യാഗം, വാർദ്ധക്യത്തിൽ മക്കള് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഗുരുദക്ഷിണ, ജീവിതത്തിൻ്റെ സംരക്ഷണം, ഇതെല്ലാം ചെയ്യേണ്ട നമ്മൾ ചെറുപ്പം മുതൽക്ക് സ്വാർത്ഥതയും അധികാരവും മറ്റെല്ലാത്തിലും ചെന്ന് പെടുമ്പോൾ തിരിച്ചൊന്ന് ഓർമ്മിക്കാം, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം പോലെയാ നമ്മുടെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം. അത് കാലം കഴിയുന്നതിനനുസരിച്ച് ഡൈല്യൂട്ട് ആകാതെ കോൺസെൻട്രേറ്റഡും സ്ട്രോങ്ങും ആകാൻ സാധിക്കണം.
ഭാര്യാഭർത്തൃബന്ധം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാര്യ, തിരഞ്ഞെടുക്കുന്ന ഭർത്താവ്, ധന്യമായ കൊട്ടേഷൻ സംഘം, കള്ളനോട്ടടി കേസിൽ പ്രതി, അതുപോലെ സഹായിക്കാൻ എന്ന പേരിൽ വരുന്ന കുറേ നിഷേധാത്മകത നിറഞ്ഞവര്, അത് മതത്തിൻ്റെ തീവ്രവാദം കുത്തിയിറക്കാൻ വേണ്ടിയും കള്ളനോട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയും പല രീതിയിൽ വരുന്ന കഴുകന്മാരെ കാണാതിരിക്കരുത്. ശ്രദ്ധയോടുകൂടി കണ്ട് നല്ലൊരു കുടുംബ ബന്ധം, പരമമായ രാഷ്ട്രത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് ഓർമ്മിക്കാനുള്ളത്. തിന്മകൾ രാഷ്ട്രത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതില്ലാതെയാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിന്മകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കലും, നമ്മളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്ത് നിന്ന് തിന്മകളില്ലാത്ത വിധത്തിൽ ഒരു യാത്ര, ജീവിതയാത്ര നടത്താൻ യുവാക്കൾക്കും യുവതികൾക്കും സാധിക്കണം. അത് സാധിക്കും. അത്രയും ഉജ്ജ്വലമായ ഒരു ദർശനം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാഴ്ചയാണ് ഇപ്പം കാണാറുള്ളത്. ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏത് നല്ല കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നത് യുവാക്കളാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും, ഞാൻ അടുത്ത കാലത്ത് കേരള ബ്രാഹ്മണ സഭയുടെ മീറ്റിംഗ് കണ്ടു, യുവാക്കളാ മുമ്പിൽ മുഴുവനും. SNDPയുടെ മുമ്പിൽ മുഴുവനും യുവാക്കളാ. പുലയ മഹാസഭയുടെ, നാടാർ മഹാസഭയുടെ ഒക്കെ യുവാക്കളാ. കാണാത്തത് NSSന്റെ മാത്രം. ഞാൻ ദുഃഖകരമായിട്ട് പറയാം, അവരുടെ മീറ്റിങ്ങുകളിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് വലുതായിട്ട് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആരാധ്യനായ G. സുകുമാരൻ നായർ അതൊന്ന് ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം യുവാക്കളെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് അവസരം നൽകാനും പൈതൃകത്തിൻ്റെയും ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങൾ നിലനിർത്താനും സാധിക്കുന്ന വിധത്തിൽ എല്ലാ സംഘടനകളും മുമ്പോട്ട് പോയാൽ നമ്മുടെ രാഷ്ട്രം എത്ര ഗംഭീരമാവും. ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്ന വ്യക്തികൾ, ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്ന കുടുംബാംഗങ്ങൾ, ഉറച്ച തീരുമാനമെടുക്കാൻ സാധിക്കുന്ന രാഷ്ട്രം. ഇത് നമ്മുടെ രാഷ്ട്രം ഇപ്പം ആ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കാതിരിക്കട്ടെ, ആര് ജയിക്കട്ടെ, ആര് തോൽക്കട്ടെ, അതെല്ലാം സെക്കൻഡറിയാണ്. ഭരണാധികാരികൾ വരും, ഭരണാധികാരികൾ പോകും. പക്ഷേ നമ്മുടെ രാഷ്ട്രം, അത് നമ്മുടെ സംസ്കാരം, അതൊരിക്കലും തളരാനും തകരാനും വരളാനും അനുവദിക്കാതെ അത് നിരന്തരം വളർത്താൻ യുവാക്കൾക്കേ സാധിക്കുള്ളൂ. യുവാക്കൾക്കും യുവതികൾക്കുമേ സാധിക്കുള്ളൂ. അവരിന്ന് മുമ്പോട്ട് വരുന്നുണ്ട്. കൂടുതൽ ഊർജ്ജസ്വലരായി അവരുടെ എല്ലാ കർമ്മമണ്ഡലത്തിലും ഈ ദീക്ഷ, കർമ്മദീക്ഷ അവർക്ക് പ്രചോദനമാവട്ടെ. നമ്മുടെ രാഷ്ട്രത്തെയും ധർമ്മത്തെയും നിലനിർത്താനുള്ള സമുജ്വലമായ പന്ഥാവിലൂടെ സമൂഹത്തെ നയിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.